ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെട്ടു കേക്കാണ്. അതിന് വേണ്ട സാധനങ്ങൾ: 2 കപ്പ് മൈദ, 2 മുട്ട, 1/4 കപ്പ് പഞ്ചസാര, 6 ഏലക്കായ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ളു ഉപ്പ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു വലിയ ബൗൾ എടുത്ത് അതിലേക്ക് 2 മുട്ടയും പൊട്ടിച്ചു വയ്ക്കാം. ഇനി ഇതൊരു സ്പൂൺ വെച്ച് ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർക്കാം. ഇത് ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തതാണ്. ഇനി ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതും ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മൈദമാവ് കുറേശ്ശെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഫുള്ള് മൈദമാവും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്നത് പോലെ നമുക്ക് കുഴച്ചെടുക്കാം. നമുക്കിത് മാവ് കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. അതിനാദ്യം ഇതിന് മുകളിൽ കുറച്ച് ഓയിൽ തടവിയെടുക്കാം. ഇത് ടോപ്പറിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിന് ഇതുപോലെ നമുക്ക് റോൾ ചെയ്തിട്ട് എടുക്കാം. ഇങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം നമുക്കിതിനെ ചെറിയ ചെറിയ സ്ക്വയർ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതൊരു 1/4ലും താഴേക്ക് അങ്ങ് അടിയിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കണം.
ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലൊന്ന് വറുത്തു കോരാം. ഇത് വറുക്കുമ്പം മീഡിയം ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. ഇത് അടിഭാഗം ഏകദേശം ഗോൾഡൻ കളർ ആയതിനു ശേഷം മാത്രമേ തിരിച്ചിടാവൂ, ഇല്ലെങ്കിൽ ഇതിൻ്റെ ഷേപ്പ് മാറിപ്പോവും. രണ്ട് ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം.